ജാർഖണ്ഡ് മുക്തി മോർച്ച പാർട്ടിയിൽ നിന്ന് രാജി പ്രഖ്യാപിച്ച് ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന നേതാവുമായ ചമ്പൈ സോറൻ പാർട്ടി വിട്ടെങ്കിലും താൻ ബിജെപിയിലേക്ക് പോകില്ലെന്ന് ചമ്പൈ സോറൻ പറഞ്ഞു. പുതിയ പാർട്ടി രൂപീകരിക്കുമെന്നും അത് സംബന്ധിച്ച് രണ്ടാഴ്ചയ്ക്കകം പ്രഖ്യാപനം ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിവരങ്ങൾ അതുല്യ രാമചന്ദ്രൻ നൽകും. അതുല്യ, ചമ്പൈ സോറൻ ബിജെപിയിലേക്ക് പോകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വൃന്ദ, കഴിഞ്ഞ ഓഗസ്റ്റ് 18, അതായത് 3 ദിവസങ്ങൾക്ക് മുൻപാണ് ചമ്പൈ സോറൻ എക്സിൽ ഒരു കുറിപ്പുമായി വന്നത്. അദ്ദേഹം ബിജെപിയിലേക്ക് പോകും എന്നുള്ള അഭ്യൂഹങ്ങളെല്ലാം നിലനിൽക്കെ തന്നെ ഡൽഹിയിലെത്തി അദ്ദേഹവും MLA-മാരും ഡൽഹിയിലെത്തിയതോടുകൂടി ഈ അഭ്യൂഹങ്ങളെല്ലാം തന്നെ ശക്തമായിരുന്നു. എന്നാൽ താൻ ബിജെപിയിലേക്കില്ല എന്ന് അദ്ദേഹം അറിയിക്കുകയും അതേസമയം JMM-ൽ നിന്ന് വിടവാങ്ങുകയാണ് എന്നും അറിയിച്ചിരുന്നു. ഒരു പക്ഷേ രാഷ്ട്രീയത്തിൽ നിന്ന്, സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്നേക്കാം എന്നും അദ്ദേഹം അന്ന് പറയുകയുണ്ടായിരുന്നു. എന്നാൽ ഈ കാര്യങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ ഒരു വ്യക്തത വന്നിരിക്കുകയാണ്. സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് തനിക്ക് ഒരിക്കലും മാറി നിൽക്കാൻ കഴിയില്ല എന്നാണ് ചമ്പൈ സോറൻ പറഞ്ഞിരിക്കുന്നത്. തനിക്ക് മുന്നിൽ 3 ഓപ്ഷനുകളാണുള്ളത്. 3 മാർഗങ്ങൾ എന്ന് പറയുന്നത്: ഒന്ന്, റിട്ടയർമെന്റ്, പൂർണ്ണമായും രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുക; അതല്ലെങ്കിൽ തീർത്തും പുതിയൊരു സംഘടന രൂപീകരിക്കുക; അതുമല്ലെങ്കിൽ മറ്റൊരു മുന്നണിയുടെ ഭാഗമാകുക. എന്നിങ്ങനെ 3 മാർഗങ്ങളാണ് തനിക്ക് മുന്നിലുള്ളതെന്നും സമയമെടുത്ത് ആലോചിച്ച് തീരുമാനിക്കുമെന്നുമാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്, തൻ്റെ പ്രവർത്തകരും തനിക്കൊപ്പം നിന്നവരുടെയും സ്നേഹം മൂലം ഈ ഒരു മേഖലയിൽ നിന്ന് തനിക്ക് ഒരിക്കലും മാറി നിൽക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ തനിക്കൊപ്പമുള്ളവർക്കൊപ്പം ചേർന്ന് പുതിയൊരു സംഘടന രൂപീകരിക്കുമെന്നാണ് ഇപ്പോൾ ചമ്പൈ സോറൻ അറിയിച്ചിരിക്കുന്നത്. BJP-യിലേക്ക് ഒരു പോക്ക് ഉടനടി ഉണ്ടാകില്ല എന്ന് ആവർത്തിക്കുമ്പോൾ തന്നെയും ഒരു സഖ്യത്തിനുള്ള, അല്ലെങ്കിൽ ഒരു സഖ്യം രൂപീകരിക്കുന്നതിനുള്ള സാധ്യത അദ്ദേഹം അങ്ങനെ തന്നെ നിലനിർത്തുന്നുണ്ട്. അദ്ദേഹം എക്സിൽ പങ്കുവച്ച ഒരു കുറിപ്പിൽ പറയുന്നത്, മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ പോകുന്ന വഴിയിൽ ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടുകയാണെങ്കിൽ അവർക്കൊപ്പം നിൽക്കാൻ താൻ തയ്യാറാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഒരു പുതിയ സംഘടന രൂപീകരിച്ചതിനു ശേഷം ജാർഖണ്ഡിൽ ഇലക്ഷൻ എല്ലാം വരാൻ പോവുകയാണ്. ഇന്നു മുതൽ ജാർഖണ്ഡ് ഇലക്ഷൻ വരെയുള്ള ദിവസങ്ങളിൽ തനിക്ക് മുന്നിൽ ഈ മാർഗങ്ങളെല്ലാം ഉണ്ട് എന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇലക്ഷനു ശേഷം അദ്ദേഹം പുതിയൊരു പാർട്ടി രൂപീകരിച്ച് ആ പാർട്ടി മറ്റേതെങ്കിലും ഒരു സഖ്യത്തിനൊപ്പം, അത് തന്നെ BJP അടക്കമുള്ള NDA ഒരു സഖ്യത്തിന്റെ ഭാഗമായി ചേരുന്നതടക്കമുള്ള സാധ്യതകൾ അദ്ദേഹം തുറന്നിടുന്നുണ്ട്. എങ്കിലും ഇപ്പോൾ അദ്ദേഹം എന്തായാലും പറഞ്ഞിരിക്കുന്നത്, ഇത്രയും ആത്മാഭിമാനമുള്ള ഒരാൾക്ക് ഇനിയും JMM-ൽ നിൽക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ്. ഇദ്ദേഹം ആദ്യം മുഖ്യമന്ത്രി ആയിരിക്കെയാണ് ഹേമന്ത് സോറന് അഴിമതി കേസിൽ നിന്നും ജാമ്യം ലഭിക്കുകയും അദ്ദേഹം തിരിച്ചു വന്ന് മുഖ്യമന്ത്രി ആവുകയും ചെയ്യുന്നത്. അന്ന് മുതൽക്ക് തന്നെ ചമ്പൈ സോറന്റെയും ഹേമന്ത് സോറന്റെയും ഇടയിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുത്തിരുന്നു. അതിനുശേഷം ചമ്പൈ സോറന്റെ മകനെ ഗഡ്ചില മണ്ഡലത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയാക്കണം എന്ന ആവശ്യം നിയമസഭ തള്ളിക്കളഞ്ഞിരുന്നു, JMM തള്ളിക്കളഞ്ഞിരുന്നു. അതോടുകൂടി ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ, ഈ ഒരു ഭിന്നത കൂടുതൽ ശക്തമാവുകയാണ് ഉണ്ടായത്. അതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ ഈ പുതിയ പ്രഖ്യാപനം. ഇന്നലെ രാത്രിയോടുകൂടി ചമ്പൈ സോറൻ തന്റെ പൂർവിക ഗ്രാമമായ ജിലിഗോറയിൽ എത്തിയിരുന്നു. ജിലിഗോറയിൽ വെച്ച് മാധ്യമപ്രവർത്തകർക്ക് നൽകിയ പ്രതികരണത്തിലാണ് അദ്ദേഹം ഇത്രയും കാര്യങ്ങൾ വ്യക്തമാക്കിയത്. മുഖ്യമന്ത്രി ആയിരിക്കെ തന്നോട് അജണ്ട എന്താണെന്ന് പോലും വ്യക്തമാക്കാതെ ഒരു മീറ്റിംഗ് വിളിക്കുകയും ആ യോഗത്തിൽ പങ്കെടുക്കവേ മീറ്റിംഗിനിടയിൽ വളരെ അപ്രതീക്ഷിതമായി തന്നോട് രാജി ആവശ്യപ്പെടുകയുമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അന്ന് ആ പാർട്ടി യോഗത്തിൽ വെച്ച് തന്നോട് രാജി ആവശ്യപ്പെട്ടത് തൻ്റെ ആത്മാഭിമാനത്തിനേറ്റ പ്രഹരമായിരുന്നു. അന്ന് ഒന്നും മിണ്ടാതിരുന്നത് താനൊരു അധികാരമോഹി അല്ലാതിരുന്നതിനാലാണ്. എന്നാൽ ഇനിയും ഈ ആത്മാഭിമാനത്തിനേറ്റ പ്രഹരം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അപമാനം സഹിച്ചുകൊണ്ട് നിൽക്കുന്നത് ശരിയല്ല എന്നുകൂടി ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം ഇപ്പോൾ JMM-ൽ നിന്ന് പൂർണ്ണമായും പുറത്തുപോയിരിക്കുന്നത്. പുതിയ പാർട്ടിയുടെ രൂപീകരണം ഏതാണ്ട് ഒരാഴ്ചയ്ക്കകം തന്നെ ഉണ്ടാകും എന്നൊരു സൂചനയും അദ്ദേഹം നൽകുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ തന്നെ അദ്ദേഹം തൻ്റെ സമൂഹ മാധ്യമങ്ങളിൽ നിന്നെല്ലാം JMM എന്ന ഇനീഷ്യലുകളും അതുപോലെ തന്നെ ജാർഖണ്ഡ് മുക്തി മോർച്ച എന്ന പേരും പാർട്ടിയുടെ അടയാളങ്ങളും എല്ലാം തന്നെ ഒഴിവാക്കിയിരുന്നു. ഏതാണ്ട് അപ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്നുള്ള പുറത്തുപോക്ക് ഏറെക്കുറെ ഉറപ്പായിരുന്നു. ഇപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ ഊഹാപോഹങ്ങൾക്കും അഭ്യൂഹങ്ങൾക്കും എല്ലാം അറുതി വരുത്തിക്കൊണ്ട് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പാർട്ടി വിട്ടു എന്ന് ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വൃന്ദ, ജാർഖണ്ഡ് മുക്തി മോർച്ച പാർട്ടിയിൽ നിന്ന് രാജി പ്രഖ്യാപിച്ച് ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന നേതാവുമായ ചമ്പൈ സോറൻ പാർട്ടി വിട്ടെങ്കിലും താൻ BJP-യിലേക്ക് പോകില്ലെന്ന് ചമ്പൈ സോറൻ പറഞ്ഞു. പുതിയ പാർട്ടി രൂപീകരിക്കുമെന്നും അത് സംബന്ധിച്ച് രണ്ടാഴ്ചക്കകം പ്രഖ്യാപനം ഉണ്ടാകുമെന്നും ചമ്പൈ സോറൻ വ്യക്തമാക്കി. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അതുല്യ രാമചന്ദ്രൻ.